ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹ. അനേകരുടെ പാപങ്ങളുടെ മോചന ദ്രവ്യമായി പെസഹ കുഞ്ഞാടായ മിശിഹ സ്വയം മുറിച്ചു നൽകിയതിന്റെ ഓർമ്മ ദിവസം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുക. 19ഉം 20ഉം തിരുവചനങ്ങളിൽ അപ്പവും പാനപാത്രവും കയ്യിലെടുത്തുകൊണ്ട് ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് ഞാനും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കെ നമുക്ക് പകരക്കാരനായ ഈശോ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. പിതാവ് നമുക്ക് വേണ്ടി നൽകിയ മോചനദ്രവ്യം ഇതൊരു പാപപരിഹാര ബലി മാത്രമല്ല, പിന്നെയോ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് മനുഷ്യർ നിത്യജീവൻ പ്രാപിക്കണമെന്നത് പിതാവിന്റെ ഹിതമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. വീണ്ടും 54-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒരു ക്രിസ്ത്യാനി തന്റെ ജീവിതത്തിൽ അനേകം തവണ കേൾക്കുന്ന ഒരു വാക്യമാണ് ദൈവം സ്നേഹമാണെന്നത്. അതേ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം പുത്രന്റെ ശരീര രക്തങ്ങൾ മുറിച്ചു നൽകിയ ഒരു പിതാവിന്റെ സ്നേഹത്തിനപ്പുറം എന്താണ് വലുതായിട്ടുള്ളത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസം. സ്നേഹത്തിന്റെ സ്വയം മുറിച്ചു നൽകലിന്റെ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത എവിടെയാ? മനോഭാവം എന്താ? പല വിചാരമോ, വിരസതയോ, കാര്യസാധ്യമോ, അതോ കുർബാനക്കടം വീട്ടുന്നതിന്റെ മാനസിക സംതൃപ്തിയോ? സ്വന്തം പുത്രന്റെ ജീവനേക്കാളും നമ്മുടെയൊക്കെ ആത്മാക്കൾക്ക് വില കൽപ്പിച്ച പിതാവിന്റെ സ്നേഹത്തിന്റെ ഈ ബലി ഇന്നു മുതൽ നന്ദിയുടെ ഒരു ബലിയാകട്ടെ. നമുക്കൊരു പുതിയ അനുഭവമായി തീരട്ടെ, നമ്മുടെ ജീവനായി മാറട്ടെ. ഏവർക്കും പെസഹ തിരുനാളിന്റെ ആശംസകൾ.